നമസ്കാരം. നമ്മൾ ഈ ആലുംകട എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാം. ആലുംകട എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അറിയപ്പെടുന്ന വെച്ചാൽ നമ്മുടെ ഈ ഹൗസ് ബോട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആലുംകട. ഹൗസ് ബോട്ട് മാത്രമല്ല, ഈ കെട്ടുവള്ളമൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുത്ത് ആദ്യമായിട്ട് വലിയ വള്ളങ്ങൾ ഉണ്ടാക്കിയ സ്ഥലം ആലുംകട. ആലുംകടവിലോട്ടുള്ള യാത്രയാണ്. വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണ് ആലുംകട. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു വരദാനം എന്ന് പറയാം. ചെറിയ നമ്മുടെ കേരളത്തിലെ ചെറിയ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകൾ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ടൗൺ മാത്രമല്ല, ഈ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിൽ വളരെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഈ കാഴ്ചകൾ ഈ നമ്മള് ചെറിയ നാടുകളിലൂടെയൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ വീഡിയോ ആയിട്ട് അത് ഒപ്പിയെടുക്കണം. എടുത്തിട്ട് എവിടെയെങ്കിലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാടിൻ്റെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഒരു 50 വർഷം കഴിയുമ്പോൾ യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ, അന്നത്തെ കാലത്ത് 50 വർഷം കഴിയുമ്പോൾ യൂട്യൂബ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഈ ഒരു നാടിനുണ്ടായ മാറ്റം ഒക്കെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. എന്താ 50 വർഷം? ഈ 50 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? 50 വർഷം മുമ്പുള്ള ഒരു വീഡിയോ നമുക്കിപ്പോൾ കാണാൻ പറ്റുമോ? ഈ ഒരു നാട് എങ്ങനായിരുന്നു എന്ന് അറിയാൻ പറ്റുമോ? ഇപ്പൊ 50 വർഷം മുമ്പ് ഈ നാട് എങ്ങനായിരുന്നു അത് നേരിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട്. ഒരു 50 വർഷം കഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു 500 വർഷം കഴിഞ്ഞാലും ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ച്, ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് അതൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും കിടന്നു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ എല്ലാവർക്കും കാണാം, വീണ്ടും കാണാം നമ്മുടെ നാട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അത് അവിടെ ഇതാണ് തുടച്ച് ഗ്ലാസ് ഒന്ന് തുടച്ച് അത് മൊത്തം എണ്ണയായിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല ഈ വീഡിയോ. ഇതായി ആദിനാടെന്ന് പറയുന്ന ഒരു സ്ഥലമാണല്ലോ. ഇത് ആദിനാടല്ലേ? ആദിനാട് അല്ലേ? അതിനാടൂടെ കടന്നിട്ട് വേണം ആലുംകട എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാം. ഒരുപാട് ആൾക്കാർ വെളിയിലൊക്കെ വരുന്നുണ്ട് ഈ ആലുംകട. സംഭവമായിട്ട് ആലുംകട. എന്നാടി കേട്ടില്ല? ഉറക്കം വരുന്നോ? അയ്യോ കഴിക്കണ്ടേ? വൈകിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ? വേണ്ട. ആലുംകട കാര്യങ്ങളൊക്കെ വരാണ്ട.
ആലുംകട നല്ല ഈ പഴങ്കഞ്ഞിയായി കിട്ടുന്നത് പഴങ്കട. ആലങ്കട ജംഗ്ഷനിലോട്ട് കയറാൻ പോകുന്നത്. ആലങ്കട ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. അതിൻ്റെ ജംഗ്ഷനാണിത്. ആലങ്കടവ് ആണ്. ആലങ്കടവ് ജംഗ്ഷനാണ്. ആലങ്കടവ് കായൽ തീരത്തോട്ടൊന്ന് പോയിട്ട് ഇവിടെ ഒരു കടവിലോട്ട് പോയി. യഥാർത്ഥ ആലും കടവിലോട്ടൊന്ന് പോയിട്ട്. എന്താ എവിടെ ചിക്കനയുടെ ഹോട്ടലാണ് ഇത്. ആലങ്കടവ് കാട്ടിൽക്കടവ്. ഇത് ആലങ്കടവ്. അത് പ്രധാന കാട്ടിൽക്കടവ്. ആലങ്കടയിലോട്ട് ഈ വെട്ടടിക്കുന്നുണ്ട്. നമുക്ക് ഇത് ക്യാമറയിൽ അത്ര ക്ലാരിറ്റി ആയിട്ട് കിട്ടത്തില്ല. ഡയറക്റ്റ് ആയിട്ട് സൂര്യൻ നമ്മുടെ ക്യാമറയിലോട്ടാണ് അടിക്കുന്നത്. ഇതാണ് ഇതാണ് ആലങ്കടവ്. ആലങ്കടവ് പഴയ സ്ഥലമാണ് ആലങ്കടവ്. ആലങ്കടവ് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ചെറിയൊരു വെട്ടം അടിക്കുന്നുണ്ട്. നമുക്കൊന്നും കൃത്യമായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഒരു പ്രശ്നമുണ്ട്. ആലങ്കടയിലെ ആൾക്കാർ എവിടെ എന്താ ഇവിടെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഹൗസ് ബോട്ട്. നമ്മൾ ആലപ്പുഴ കുട്ടനാട് ഭാഗങ്ങളിലൊക്കെ കാണുന്ന ഹൗസ് ബോട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെയാണ് പണിയുന്നത്. ഇവിടെയാണ് എൻ്റെ നിർമ്മാണശാല എന്ന് പറയാം. ഇപ്പോഴുണ്ടോന്ന് അറിയത്തില്ല നിർമ്മാണശാലകളൊക്കെ. ഇവിടെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഹൗസ് ബോട്ട് പണിഞ്ഞിറക്കിയത്. നമ്മുടെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അങ്ങോട്ടാണ് കറങ്ങി ഇങ്ങനെ നടക്കുന്നത് ദൃശ്യമാണ്. എന്നാണ് ആലങ്കടവ് ബോട്ട് കെട്ടി. ആലങ്കടവ് ബോട്ട് കെട്ടിയാണ് കടവ്. ആ കട അവിടെ ഒരു കടയുണ്ട്. അതാ പഴങ്കഞ്ഞി കട. ഞാൻ അവിടെ നിന്ന് പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ട്. പഴഞ്ചോറ് പഴങ്കഞ്ഞി അത് അല്ല അതാണെന്ന് തോന്നില്ല. ആവറേജ് ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആലങ്കടയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി തിരിച്ചു പോവുകയാണ്. അടുത്തൊരു സ്ഥലം എന്ന് വെച്ചാൽ കേരളത്തിൽ അറിയപ്പെടുന്ന വേറൊരു സ്ഥലമുണ്ട്. നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്ഥലം. നമ്മുടെ ഈ തെക്കൻ കോഴിക്കോടെന്ന് പറയും. അപ്പം അത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിലാണ് ഈ പറയുന്ന കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലം. ഡ്യൂപ്ലിക്കേറ്റ് കോഴിക്കോട് സ്ഥിതി. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോഴിക്കോടിലോട്ട് പോകണേ. കുറച്ച് പാട്ട് പാടും. ഇത് ഈ പാട്ട് പാടുന്ന എല്ലാ ആൾക്കാരും കേൾക്കാൻ പോകും. ഇതൊക്കെ പാട്ട്